അപ്പോൾ നമ്മൾ ലിമിറ്റിനെ കുറിച്ച് പഠിച്ചു, കണ്ടിന്യൂറ്റിനെ കുറിച്ച് പഠിച്ചു, ഡിഫറൻസിയേഷനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേര് പറയുന്ന പോലെ ആന്റി ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവിന്റെ റിവേഴ്സ് പോണ പ്രോസസ്സിനെയാണ് നമ്മൾ ആന്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ പറയുക സീറോന്റെ ആന്റി ഡെറിവേറ്റീവ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. സീറോന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സിയുടെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അതായത് സീറോന്റെ ആന്റി ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ എഴുതാം. എ ഫംഗ്ഷൻ എഫ് is an antiderivative of a function small f on an interval capital I if f dash of x equal to f of x for all x in I. അതായത് ക്യാപിറ്റൽ എഫിനെ സ്മോൾ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് all antiderivatives of a function is called antidifferentiation or integration. അതായത് ആന്റി ഡെറിവേറ്റീവ് കാണുന്നതിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ആന്റി ഡിഫറൻസിയേഷൻ എന്നുള്ളത്. ഇനി ഇന്റഗ്രലിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ആദ്യത്തെ വരുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. പിന്നെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഒരു ഇംപ്രോപ്പർ എന്ന ഇത് വരും, അതിപ്പോ നിങ്ങൾക്ക് പഠിക്കാനില്ല. ആദ്യത്തത്, അതായത് ഇന്റഗ്രേഷന്റെ അവിടെ ലിമിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇനി ഇന്റഗ്രൽ എ ടു ബി, അതായത് ഇന്റഗ്രേഷന്റെ അവിടെ ലിമിറ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എ ടു ബിയുടെ ഇടയിൽ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻഡ് ആയിരിക്കണം, എയും ബിയും ഫൈനൈറ്റ് ആയിരിക്കണം, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ആ ഭാഗം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫോം നമ്മൾ എഴുതുക എങ്ങനെയാന്ന് നോക്കാം. അതായത് എഫ്, ക്യാപിറ്റൽ എഫിന് സ്മോൾ എഫിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ആയിരിക്കണം. അപ്പൊ ഇതിനെ നമ്മൾ നൊട്ടേഷൻ പ്രകാരം ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് നമ്മൾ അതിന് പറയാം. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിൽ മാത്രമേ വരുള്ളൂ. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല. അടുത്ത് നമുക്ക് കുറച്ച് ബേസിക് ഇന്റഗ്രേഷൻ ഫോർമുലാസ് കാണാം. അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ആദ്യത്തത് ഇന്റഗ്രൽ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സി ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, സി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് നമുക്ക് ഇന്റഗ്രേഷന്റെ അവിടെ നിന്ന് കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ റൂള് പറയുന്നത്. രണ്ടാമത്തെ റൂള് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്
പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമുക്കൊരു ഫംഗ്ഷന്റെ സമ്മിന്റെ ഇന്റഗ്രല കാണണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഇന്റഗ്രൽ കണ്ടിട്ട് സം എടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്കൊരു രണ്ട് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിന്റെ ഇന്റഗ്രല കാണണമെങ്കിൽ രണ്ട് ഇന്റഗ്രൽസ് സെപ്പറേറ്റ് കണ്ടിട്ട് അവയുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഈ സം റൂളിനെ നമുക്ക് വേണമെങ്കിൽ n ടൈംസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ c1 f1 ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് c2 f2 ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് cn fn ഓഫ് എക്സ് dx equal to integral c1 f1 of x dx plus or minus integral c2 f2 of x dx plus or minus etc plus or minus integral cn fn of x dx. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇവാലുവേറ്റ് integral x cube minus 2x square plus x plus 1 dx. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സിനെ ഈ രണ്ടാമത്തെ സം റൂൾ വെച്ചിട്ട്, ഇതെന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷൻസിന്റെ സമ്മും ഡിഫറൻസ് ഒക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ സമ്മും ഡിഫറൻസും ആയിട്ട് എഴുതാം. ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് മൈനസ് 2x സ്ക്വയർ, 2 കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ റൂൾ പ്രകാരം നമുക്ക് 2നെ പുറത്തേക്ക് കിട്ടാം. 2 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിനെ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി, ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. This is equal to x cube for x raised to 3 plus 1 by 3 plus 1 minus 2 into x square ആണ്, അപ്പോൾ x raised to 2 plus 1 by 2 plus 1 plus x raised to 1, അപ്പോൾ x raised to 1 plus 1 divided by 1 plus 1 plus കോൺസ്റ്റന്റിന്റെ നമുക്ക് ഡയറക്റ്റ് നമുക്കറിയാം അത് എക്സ് ആണ്, പിന്നെ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ എടുക്കണം. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ബൈ 4 മൈനസ് 2x ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. ഇങ്ങനെയാണ് നമുക്ക് ഉത്തരം വരിക. ഇനി അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് integral x plus 1 into x square minus 2 dx. ഇവിടെ ഇപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് ചെയ്യാൻ നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഡി എക്സ്. ഇങ്ങനെ വരും. ഇതിനെ ഇനി നമുക്ക് സാധാ ഇതെന്ന് പറയുന്നത് സമ്മും ഡിഫറൻസും ഓഫ് ഫങ്ഷൻസ് ആയല്ലോ, അപ്പൊ നമുക്കറിയാം ഇതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാം. അപ്പൊ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം, എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് 2 ഇന്റഗ്രൽ 1 dx. This is equal to x cube into area x raised to 4 by 4 minus 2 into x square by 2 plus x cube by 3 minus 2x plus c. 2 ണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഫൈനൽ ഉത്തരമായിട്ട് x raised to 4 by 4 minus x square plus x cube by 3 minus 2x plus c. ഇനി അടുത്ത ചോദ്യം,
evaluate integral 2t plus 3 cos t dt. ഇവിടെയും ഇതെന്ന് പറയുന്നത് സം ഓഫ് രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ആവുക 2 ഇന്റഗ്രൽ ടി ഡി ടി പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ് 3 കോസ് ടി ടി. ഇനി ഇന്റഗ്രേഷൻ ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടി വരുമ്പോൾ നമുക്ക് 2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 എന്ന് വരും പ്ലസ് 3 ഇൻറ്റു കോസ് ടിയുടെ ഇന്റഗ്രൽ സൈൻ ടി. ഈ 2 ക്യാൻസൽ ആവും. ദിസ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 3 സൈൻ ടി. ഇവിടെ ഒരു പ്ലസ് സിയും കൂടി ഉണ്ട്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ അവസാനം കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ടി സ്ക്വയർ മൈനസ് 2 റൂട്ട് ടി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഡി ടി. ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ഫങ്ഷൻസിന്റെ ഡിവിഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യാൻ അറിയില്ല. അപ്പൊ നമുക്ക് ഓരോന്നിന് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം. ഈ വാല്യൂ അപ്പോൾ ഇന്റഗ്രൽ ടി സ്ക്വയർ മൈനസ് 2 റൂട്ട് ടി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഈ ഫ്രാക്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇന്റഗ്രൽ ടി സ്ക്വയർ ബൈ ടി സ്ക്വയർ മൈനസ് 2 റൂട്ട് ടി ബൈ ടി സ്ക്വയർ പ്ലസ് 1 ബൈ ടി സ്ക്വയർ ടി ടി, which is equal to integral t square by t square 1 എന്ന് വരും മൈനസ് 2 റൂട്ട് ടി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ എക്സ് റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു എം ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് എം. ഇത് പ്രകാരം റൂട്ട് ടീനെ നമുക്ക് ടി റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാം ബൈ ടി സ്ക്വയർ equal to 2t raised to 1 by 2 minus 2 equal to t raised to minus 3 by 2. t raised to minus 3 by 2 plus 1 by t square നമുക്ക് t raised to minus 2 എന്ന് എഴുതാം dt. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് മൂന്ന് ഫങ്ഷൻസിന്റെ സമ്മും ഡിഫറൻസും അതുപോലെ അല്ലേ കിടക്കുന്നത്. ഇപ്പൊ ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാം. Equal to integral 1 dt minus 2 constant പുറത്തേക്ക് എടുക്കുക integral t raised to minus 3 by 2 dt plus integral t raised to minus 2 dt. അപ്പോൾ integral 1 dt എന്ന് പറയുന്നത് t എന്ന് വരും minus 2 into t raised to minus 3 by 2 ഉണ്ട്. അപ്പോൾ t raised to minus 3 by 2 plus 1 divided by minus 3 by 2 plus 1 plus ഇതേപോലെ t raised to minus 2 plus 1 divided by minus 2 plus 1 plus നമ്മൾ constant of integration. This is equal to t minus 2 into t raised to minus 1 by 2 by minus 1 by 2 plus t raised to minus 1 by minus 1 plus c, which is equal to t. ഈ മൈനസും മൈനസും പ്ലസ് ആവും. 1 by 2 താഴത്തുള്ള 2 മുകളിൽ പോകുമ്പോൾ പ്ലസ് 4 ടി റേസ് ടു 1 by 2 നമുക്ക് 4 by ടി റേസ് ടു 1 by 2 എന്ന് എഴുതാം. ഇനി മൈനസും പ്ലസും മൈനസ് ആവും. ടി റേസ് ടു മൈനസ് 1 നമുക്ക് 1 by t എന്ന് എഴുതാം പ്ലസ് സി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് 4 by റൂട്ട് ടി മൈനസ് 1 by t പ്ലസ് സി. അടുത്ത നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ആദ്യത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 into x raised to 2 by 3 minus 4x raised to 1 by 3
പ്ലസ് 4dx. രണ്ടാമത്തെ ഇന്റഗ്രൽ cos 2x ഡിവൈഡഡ് ബൈ cos x മൈനസ് sin x dx. രണ്ടാമത്തെ ചെയ്യാൻ ഒരു ഹിന്റ് തരാം. ഹിന്റ്: യൂസ് cos 2x ഈക്വൽ ടു cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് എന്നുള്ളത് ക്ലോസ്നെസ്സിനായിട്ട് അസോസിയേറ്റഡ് ആണ്. കണ്ടിന്യൂറ്റി എന്നുള്ളത് കണ്ടിന്യൂസ് ബിഹേവിയറിനായിട്ട് അസോസിയേറ്റഡ് ആണ്. ഡിഫറൻസിയേഷൻ എന്നുള്ളത് ചേഞ്ചിനായിട്ട് അസോസിയേറ്റഡ് ആണ്. അതേപോലെ നമുക്ക് പറയാം ഇന്റഗ്രേഷൻ എന്നുള്ളത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആയിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരും. അതായത് നമ്മളുടെ ഡിഫറൻസിയേഷന്റെ ഐഡിയനെ നമുക്ക് തിരിച്ച് ആന്റി ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥകൾ വരിക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പൊസിഷൻ വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. പൊസിഷൻ വെക്ടർ, അതായത് നമ്മളുടെ ഒരു വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കണു. അതിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി എന്ന് വിചാരിക്കുക. ടി എന്ന് പറയുന്നത് ടൈം. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എസ് ഡാഷ് ഓഫ് ടി ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആക്സലറേഷൻ വരുമ്പോൾ എസ് ഡബിൾ ഡാഷ് ഓഫ് ടി. ഇങ്ങനെയാണ്. ഇനി നമ്മൾ ആന്റി ഡെറിവേറ്റീവിന്റെ ഐഡിയ എടുക്കുക. അത് തിരിച്ചു പോവാം. നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ തന്നതിന്റെ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് എസ് ഡാഷ് ഓഫ് ടി പ്ലസ് സി കിട്ടും. അതായത് നമ്മൾ വെലോസിറ്റിയിലെത്തും. ഇനി വെലോസിറ്റിയുടെ അവിടെ നമ്മൾ ഇന്റഗ്രേഷൻ എടുത്താൽ നമ്മൾ പൊസിഷൻ വെക്ടറിലേക്ക് എത്തും. ഈ ഐഡിയാസ് ഒന്ന് നമുക്ക് ആവശ്യം വരും പ്രോബ്ലം ചെയ്യുമ്പോൾ. ആക്സലറേഷന്റെ ഇന്റഗ്രേഷൻ എടുത്താൽ നമ്മൾ വെലോസിറ്റിയിലെത്തും. വെലോസിറ്റിയുടെ ഇന്റഗ്രേഷൻ എടുത്താൽ നമ്മൾ പൊസിഷൻ വെക്ടറിലേക്ക് എത്തും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. The velocity of a maglev is v of t equal to 0.2 t plus 3 feet per second, where 0 less than or equal to t less than or equal to 120. At t equal to 0, the maglev is at this station. Find the function that gives the position of maglev at a time t, assuming that the motion takes place along a straight stretch of the track.
ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് എടുത്ത് എഴുതാം. നമുക്ക് തന്നിട്ടുണ്ട് വെലോസിറ്റി എന്നുള്ളത് വി ഓഫ് ടി 0.2 t പ്ലസ് 3 ആണ് തന്നിട്ടുണ്ട്. ഇനി ടി ഈക്വൽ ടു 0 ആവുമ്പോൾ മാഗ്ലവ് സ്റ്റേഷനിലാണ്, അതായത് മാഗ്ലവ് പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പൊസിഷൻ വെക്ടറിനെ എസ് ഓഫ് ടി വിളിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ തന്നെയാണ് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ. അപ്പോൾ എസ് ഓഫ് 0 ഈക്വൽ ടു 0. അതായത് ടി 0 ആവുമ്പോൾ നമ്മളുടെ മാഗ്ലവ് സ്റ്റേഷൻ തന്നെയാണ്, എവിടെയും പോയിട്ടില്ല, പുറപ്പെട്ടിട്ടില്ല. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എസ് ഓഫ് ടി എന്ന ഫംഗ്ഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0.2 t പ്ലസ് 3. അപ്പോൾ വെലോസിറ്റിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും നമ്മളുടെ പൊസിഷൻ വെക്ടർ. അപ്പോൾ എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ഡാഷ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0.2 t plus 3 dt. This is equal to integral 0.2 t plus integral 3 dt. This is equal to 0.2 constant ആണ്, പുറത്തേക്ക് എടുക്കാം. t dt plus 3 constant ആണ്, പുറത്തേക്ക് എടുക്കാം. 1 dt. This is equal to 0.2 into t square by 2 plus 3t plus c. നമ്മൾ എസ് ഓഫ് ടി കിട്ടി, പക്ഷെ അവിടെ ഒരു കോൺസ്റ്റന്റ് എടുക്കുന്നുണ്ട്, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് കിട്ടി എസ് ഓഫ് ടി എന്നുള്ളത് 0.1 t സ്ക്വയർ പ്ലസ് 3t പ്ലസ് സി ആണ്. ഒപ്പം തന്നെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, എസ് ഓഫ് 0 ആണ് തന്നിട്ടുണ്ട്. അതായത് ടി 0 കൊടുക്കുമ്പോൾ നമ്മളുടെ എസ് ഓഫ് ടിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എസ് ഓഫ് 0 ഈക്വൽ ടു 0 ഇംപ്ലൈസ് 0 ഈക്വൽ ടു, ഇനി ടിക്ക് 0 കൊടുക്കാം. അപ്പോൾ 0.1 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് സി, വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. therefore നമ്മൾ പൊസിഷൻ വെക്ടർ എന്നുള്ളത് 0.1 t സ്ക്വയർ പ്ലസ് 3t ആയിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. ജസ്റ്റ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇതാണ്. ആക്സലറേഷന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി, വെലോസിറ്റിയുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ. പിന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.